സാധനം വാങ്ങാൻ പോയിട്ട് അവിടെ കഥയും പറഞ്ഞ് നിൽക്കരുത്. എൻ്റെ സ്വഭാവം മാറും. പെട്ടെന്ന് ഇങ്ങ് എത്തണം. പിന്നെ ആ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാരി വരുമ്പോൾ അതിന്റെ പേയ്മെന്റ് ഒന്ന് കൊടുത്തേക്കണേ. നരസിംഹത്തിലെ ഡയലോഗ് പറഞ്ഞപ്പം പെട്ടിയും കിടക്കെ എടുത്ത് കൂടെ വന്നവളാ. ഇപ്പൊ അവളുടെ തൊഴിയും അവളുടെ പിള്ളേരെ നോക്കുന്നത് എന്റെ പണിയായി. ഇങ്ങേരെ കൊണ്ട് വലിയ എന്താണ് അഖിലേഷ് ചേട്ടാ രാവിലെ ഇത് എങ്ങോട്ടാ? നല്ല ഹാപ്പി മൂഡാണല്ലോ. വളരെ നല്ല ഹാപ്പിയില്ല, കുറച്ച് ഹാപ്പി എടുക്കട്ടെ. മനുഷ്യന് നാട്ടിലും വീട്ടിലും മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥയായി ഇപ്പോഴാ. എടാ, വീട്ടിൽ നിന്ന് രണ്ടടി കിട്ടിയാൽ മിണ്ടാതെ എന്നങ്ങ് മേടിച്ചോ. ഇനി തെറിവിളിയാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും കേട്ടില്ലെന്നുള്ള രീതിയിൽ അങ്ങ് നിന്നോണം. ഇവളുമാരുടെ അടുത്തൊന്നും ഇപ്പോൾ ഉടക്കാൻ പറ്റത്തില്ല. എന്തേലും പറഞ്ഞ് രണ്ടിലേ വീട്ടിലെ ആധാരം ഉൾപ്പെടെ സകല സാധനം എടുത്തുകൊണ്ടാണ് വല്ലവന്മാരുടെയും കൂടെ മുങ്ങുന്നത്. പോരാത്തതിനിപ്പോൾ ജെൻസി എന്നും പറഞ്ഞുകൊണ്ടൊരു ടീം ഇറങ്ങിയിട്ടുണ്ട്. യവന്മാരുടെ കയ്യിലാണ് ഇൻസ്റ്റാഗ്രാമും സ്നാപ്ചാറ്റും ഒക്കെ. അതുവഴിയാണ് ആൻറ്റിമാരെ ലക്ഷ്യമിടുന്നത്. പോരാത്തതിന് നമ്മൾ ഫീൽഡ് ഔട്ടും. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം ഷുഗർ ഡാഡി എന്നുള്ളത് മാത്രമാണ്. ഷുഗർ ഡാഡി? അതെന്ത് സാധനം? അതിനെ കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ടൊരു ക്ലാസ് നിനക്ക് എടുത്തു തരാം. ഇപ്പൊ പോയിട്ട് വാ. നിങ്ങൾ വല്ലാത്തൊരു അപ്ഡേഷൻ തന്നെ കേട്ടോ. എന്ത് ചെയ്യാം, എനിക്ക് വണ്ടി ഒന്ന് വേണം. ഓ, ഞാൻ പോയി സാധനം മേടിക്കട്ടെ, ഇല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ അവൾ എന്നെ ഷുഗർ ഇട്ട് കത്തിക്കും. ഓ, മാമന്റെ മോളെ കല്യാണം എന്ന് പറഞ്ഞത് മാമന്റെ മോളെ കല്യാണം എനിക്ക് അത്യാവശ്യമായിട്ട് പോവാ. എവിടെ പോണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. നീ അങ്ങോട്ട് മാറി. പറ്റത്തില്ല, എവിടെ പോണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. നിന്റെ കുടിയന്മാരുടെ കുടുംബത്തിലോട്ട് ഞാൻ വരുന്നില്ല. അവിടെ അച്ഛനും കൊച്ചച്ഛനും മാത്രമേ ഉള്ളൂ കുടിക്കുന്നത്. ഓഹോ, അപ്പൊ ബാക്കി എല്ലാരും മറ്റേ കഞ്ചാവും MNDMA ആയിരിക്കും. നീ ഒന്ന് മാറി, എനിക്ക് പോണം. പിന്നെ നിങ്ങളെ കുടുംബത്തുള്ളവരെല്ലാം പിന്നെ അങ്ങ് ഭയങ്കര പുണ്യാളന്മാരല്ലേ. പറഞ്ഞ സാധനമെങ്കിലും വാങ്ങിച്ചോ നോക്കട്ടെ. ഇതെന്താ കൊറേ ബില്ലുകള്? കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ. ഭഗവാനെ, ഇങ്ങനെ കുടിയൻ തുടങ്ങിയോ? ഇങ്ങനെ ഇന്ന് ഞാൻ കുടിയൻ, മുക്കുടിയൻ. 14/5/2025 420 രൂപ. 15/5/2025 560 രൂപ. നീ എന്തിനാണ് ഈ പിച്ചുമ്പയൊക്കെ പറയുന്നേ? നിർത്തറ, കള്ളുകൂടിയാ. ഇത് നീ കുടിച്ച കള്ളിന്റെ ബില്ലുകളാ. ജനുവരി മാസം തൊട്ട് നീ കുടിച്ച കള്ളിന്റെ ബില്ല്. മോളെ അന്നദാരേ, അവന്റെ ഒരു ഇന്ദുചൂടം കളി. എടി ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ എന്തിനാടി കുടിക്കുന്നത്? ഞാൻ കുടിക്കത്തില്ല. പിന്നെ ഇതൊക്കെ നിന്റെ തന്ത ജസ്റ്റിസ് മേനോൻ കുടിച്ചാണോടാ പൂവള്ളി ഇന്ദുചൂട. അവന്റെ ഒരു അമ്പല കമ്മിറ്റി എന്നും വൈകുന്നേരം ആകുമ്പോ പാവ അഖിലേഷേട്ടനെ കൂടെ കൊണ്ട് പറയിക്കാൻ വേണ്ടിട്ട്. എനിക്ക് വീണ്ടും വയറുവേദന. ഞാൻ പോവാ. ഇറങ്ങി വാടാ, നീ ഇനി ഇറങ്ങി വാ. നിന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എന്റെ കുടുംബക്കാര് മൊത്തം കുടിയന്മാരല്ലേ. നീ ഇറങ്ങി വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, ഞാൻ ഇനി ഇവളെ എന്തോ പറഞ്ഞ് കൺവിൻസ് ചെയ്യും. ഹലോ, അഖിലേഷ് ചേട്ടനാണ്. അഖിലേഷ് ഏട്ടനായിരുന്നോ? എന്താ അഖിലേഷ് ഏട്ടാ? മനോജില്ലേ? ഉണ്ട്. അഖിലേഷ് ചേട്ടന്റെ ടൈം നല്ല ബെസ്റ്റ് ടൈമാ. അല്ലേലോ, അഖിലേഷ് ചേട്ടന്റെ ടൈമിങ് ബെസ്റ്റ് അല്ലടാ. അതിവിടെ ഫേമസ് ഉള്ള കാര്യമില്ലേ? എന്താ അഖിലേഷ് ചേട്ടാ? നീ വണ്ടിയുടെ ചാവി എന്താ? ഞാനൊന്ന് തറവാട് വരെ പോണം. തന്റെ തറവാട്ടിൽ പോകുക കാരണം ബാക്കിയുള്ളവന് കടക്കപ്പുറത്തില്ല. ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. ഛേ, അങ്ങനെ പറയരുത്. അഖിലേഷ് ചേട്ടനോട് പറ, ഇവിടെ എന്തോ ഒരു പ്രശ്നം മണക്കുന്നുണ്ടല്ലോ. അഖിലേഷ് ഏട്ടനോട് നാണക്കേടുണ്ടാക്കുന്ന കാര്യം ഇങ്ങനെ ചെയ്തേക്കുന്നത്. അഖിലേഷ് ഏട്ടൻ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് അല്ലേ? ഇയാൾ അമ്പല കമ്മിറ്റി എന്നും പറഞ്ഞ് വൈകിട്ട് വരുന്നത് വെള്ളം അടിക്കാനാ. മനോജേ, എന്തായി കേക്കണേ? ശിവ ശിവ, നിനക്ക് നല്ലൊരു ഭാര്യ ഇല്ലടാ. ഒന്ന് പോ അഖിലേഷ് ഏട്ടാ. നല്ലൊരു കുടുംബം ഇല്ലേ? നീ ഇതൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ? വളരെ മോശമായിപ്പോയി മനോജ്. ഇത് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു കേട്ടോ. ഒന്ന് പറയണോ? പകൽമാരിയാ, ഞാൻ കുടിക്കില്ല. ഒന്ന് പറയണോ മോളെ? നമുക്ക് ഇതിനൊരു പലഹാരം ഉണ്ടാക്കണം. തന്റെ പലഹാരം ഞാൻ കുടിക്കത്തില്ല എന്നൊന്ന് പറയണോ അഖിലേഷ് ചേട്ടാ? അഖിലേഷ് ചേട്ടൻ, എന്താ പരിപാടി? എടാ മനോജ, വണ്ടി ഒന്നാണ്. ഞാനൊന്ന് പോയിട്ട് പോരാ. പോയിട്ട് കുപ്പി എടുത്തിട്ട് പോരാടാ. എന്ത് പാടേ, നിങ്ങൾ എല്ലാ ദിവസവും എന്നെ കാത്തിരിക്കുന്നേ. എന്റെ വണ്ടി പോയി കഴിഞ്ഞാൽ ഫ്രണ്ട് വെക്കണ്ടേ? അത് ചിലപ്പോൾ തറ വീണ് പൊട്ടിപ്പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഇതാവുമ്പോ സേഫ് ആയിട്ട് സീറ്റ് അടി വെച്ച് കൂളായിട്ട് കൊണ്ടുവരാൻ പറ്റൂലേ. ടച്ചപ്പി കൈ വെക്കി പോയിക്കണമെന്നല്ലോ പറയുന്നത്. ടച്ചപ്പി കൈ വെച്ചാ പൊന്നു മോനെ, കൈ അടിച്ചാൽ ഉള്ളൂ. അത് വേറെ കാര്യം. ഈ ഒരു കാര്യം, വണ്ടി ഞാൻ പോയിട്ട് ഒരു സമയമില്ല. പെട്ടെന്ന് പോണ്ടേ, വീട്ടിൽ പോണ്ടേ? ആ പോയിട്ട് വേഗം പറഞ്ഞേ, എനിക്ക് വേറെ പരിപാടി ഉണ്ടേ. പെണ്ണുമ്പിള്ള കാത്തിരിക്കുവേ. മോളെ എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോ. അഖിലേഷ് ഏട്ടൻ്റെ കൂടെ, മോളുടെ മാത്രം കൂടെ. ഇനിയിപ്പോ ഇവിടുത്തെ പ്രശ്നങ്ങളായി, നിങ്ങളെ കാര്യങ്ങളായി. നിങ്ങൾ എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്തു തീർക്കാനുള്ളതൊക്കെ ചെയ്തു തീർത്തു. നമ്മളില്ലേ?
എടി മോളെ സത്യമായിട്ട് ഇയാൾ കള്ളനാണ്, കള്ളൻ. ഇയാൾ പകൽമാന്യൻ, ഇയാളാണ് കുടിയൻ, കള്ളൻ. ഓട്ടടാ. മനോജേ അകത്തോട്ട് വാടാ. പാപത്തിൽ ചോദ്യം വേണ്ട. ഭഗവാനെ, ഒരു കുടുംബത്തിന് ഇതുപോലത്തെ ഒരു അവസ്ഥ കൊടുക്കരുതേ. എന്നെ എൻ്റെ കുടുംബത്തിനെ മാത്രം രക്ഷിക്കണേ കാവിലമ്മേ. ഒരു ദിവസം എത്രയും പെട്ടെന്ന് നടക്കണേ.